Good morning. Question number 70. What problem with some patients is described in the third paragraph? അതായത് ചില പേഷ്യൻസിനിടയ്ക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അത് എന്തായിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? അതായത് ചില പേഷ്യൻസിനുള്ള പ്രോബ്ലം, ചില പേഷ്യൻസിന് മാത്രം ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലം എന്താണ്? നമുക്ക് എക്സ്ട്രാക്ട് ഒന്ന് വായിച്ച് നോക്കാം. Some patients have not been properly educated about the importance of their medications in layman's term. ഈ ലേമാൻസിന്റെ ടേം അനുസരിച്ച് അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായം അനുസരിച്ച് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ലേമാൻസ് സം പേഷ്യൻസ് ഹാവ് നോട്ട് ബീൻ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ്. ചില പേഷ്യൻസിനെ നമ്മൾ ശരിയായ രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടില്ല, വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്ത്? അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദർ മെഡിക്കേഷൻസ്. അവരുടെ മരുന്നിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെ പറ്റി നമ്മൾ ചില പേഷ്യൻസിന് എന്ത് ചെയ്തിട്ടില്ല, കാര്യമായ രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. They have told me, for instance, that they don't have high blood pressure because they were once prescribed a high blood pressure pill. In essence, they view an antihypertensive as an antibiotic that can be used as short-term treatment for short-term problems. അതായത് പുള്ളിക്കാരി ഇത് പറയാൻ കാരണം ഹി ജസ്റ്റ് ഹാഡ് എ ലോട്ട് ഓഫ് ടോക്ക് വിത്ത് ദ പേഷ്യൻസ്. അതിൽ ദേ ടോൾഡ് മീ, അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണത്തിന്, ദേ ഡോണ്ട് ഹാവ് ഹൈ ബ്ലഡ് പ്രഷർ, അവർക്ക് എന്തില്ല, ബി പി ഇല്ല. ബിക്കോസ്, കാരണം ദേ വെർ വൺസ് പ്രിസ്ക്രൈബ്ഡ് എ ഹൈ ബ്ലഡ് പ്രഷർ പിൽ. അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരിക്കലും ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ബി പി ഉണ്ടെന്ന് പറഞ്ഞ് ഒരാഴ്ചത്തേനോ രണ്ടാഴ്ചത്തേനുള്ള മരുന്ന് കൊടുത്തു. ആ മരുന്ന് അവർ കഴിച്ചു. അപ്പം അവരെന്താ വിചാരിക്കുന്നത്? ഇപ്പം അവർക്ക് എന്തില്ല, ബി പി ഇല്ല. ഇൻ എസൻസ്, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ they view an antihypertensive as an antibiotic that can be used as a short-term treatment for a short-term problem. അതായത് നമ്മൾ സാധാരണ പനിയൊക്കെ ആയിട്ട് ആശുപത്രി ചെല്ലുന്നു, അവരൊരു കോഴ്സ് ആന്റിബയോട്ടിക് നമ്മൾ തരുന്നു, നമ്മുടെ പനി മാറുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷനെയും അവരെന്തായിട്ടാണ് കാണുന്നത്? ഈ ഒരു ചെറിയ പ്രശ്നം ഒരു ആന്റിബയോട്ടിക് പോലെ ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നം, അതായത് ബി പി എന്നുള്ള പറഞ്ഞ പ്രശ്നം തീർത്തെടുക്കും എന്ന് അവർ കണക്കാക്കുന്നു. ഇത് ശരിക്കും പേഷ്യന്റിന്റെ പരാജയമല്ല, പിന്നെ ആരുടെ പരാജയമാണ്? അത് ഡോക്ടർ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ ഒരു കാര്യമാണ്. ക്ലിയർ? അടുത്ത സെന്റൻസ്, others have told me that they never had a heart attack because they were taken to the cardiac catheterization lab and fixed. അടുത്തവരുടെ പ്രശ്നം, അപ്പം ഒരിക്കലും അറ്റാക്ക് വരികയോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അവരെ കാർഡിയാക് കാത്തറൈസേഷൻ ഒക്കെ ചെയ്തു ലാബിൽ, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം എന്താണ്? അവർക്കൊരിക്കലും എന്ത് വരില്ല, ഒരിക്കലും ഇനി ഹാർട്ട് അറ്റാക്ക് വരില്ല. കാരണം അത് ഷോർട്ട് ടേം ആയിരുന്നു. അപ്പം ചെന്നു, അവർക്ക് അതിനുള്ള ചികിത്സ കൊടുത്തു, പിന്നെ ഒരിക്കലും അത് വരില്ല. As physicians, we were responsible for making sure the patient understand their own medical history and their own medication. അപ്പം ഈ നേരത്തെ പറഞ്ഞ പ്രഷറിന്റെ കാര്യത്തിലായാലും ഹാർട്ട് അറ്റാക്കിന്റെ കാര്യത്തിലായാലും ഇവർ മരുന്ന് കഴിച്ചു, ഇനി അവരൊരിക്കലും തിരിച്ചു വരില്ല എന്ന് ചിന്തിക്കുന്നതിന്റെ കാരണം അവരുടെ അറിവില്ലായ്മയാണ്. ഈ അറിവില്ലായ്മയ്ക്ക് ആരാണ് റെസ്പോൺസിബിൾ? നമ്മളാണ്, ഡോക്ടേഴ്സാണ്, ഫിസിഷ്യൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? Sure, we have to make sure the patients understand their own medical history. അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ് എന്ന് അവർ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവരുടെ മെഡിക്കേഷനും അവരുടെ മരുന്നും അവർ തന്നെ മനസ്സിലാക്കണം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. വാട്ട് പ്രോബ്ലം വിത്ത് സം പേഷ്യൻസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ തേർഡ് പാരഗ്രാഫ്. ഈ തേർഡ് പാരഗ്രാഫിൽ ചില പേഷ്യൻസിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്ത് പ്രശ്നങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ പറയുന്നത്, they forget which prescribed medication is for which of their condition. അതായത് ചില പേഷ്യൻസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they forget, അവർ മറന്നു ഈ ഏത് മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്തതെന്നും അത് ഏത് കണ്ടീഷന് വേണ്ടിയാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്നും അവർ മറന്നു. അങ്ങനത്തെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ല. അങ്ങനത്തെ ഇൻസിഡൻസ് അവിടെ പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാം. ബി നോക്കിക്കഴിഞ്ഞാൽ they fail to recognize that some medications require ongoing treatment. They fail to recognize, അവർ തിരിച്ചറിയാനായിട്ട് പരാജയപ്പെട്ടു. എന്ത്? ചില മെഡിക്കൽ കണ്ടീഷൻസ് റിക്വയർ ഓൺഗോയിങ് ട്രീറ്റ്മെന്റ്. ചില കണ്ടീഷൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പനി വന്ന് മാറുന്നത് പോലെയല്ല, അതിന് ഓൺഗോയിങ് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് വേണമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ? കാരണം രണ്ടാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ they have told me, for instance, that they don't have high blood pressure because they were once prescribed a high blood pressure pill. ഈ ഒരു പേഷ്യൻസ് ചിന്തിക്കുന്ന എന്താണ്?
എനിക്കൊരിക്കലും BP ആണെന്ന് ഡോക്ടർ പറഞ്ഞു, ഒരാഴ്ച തരുന്ന മരുന്ന് തന്നു, അപ്പോൾ എൻ്റെ BP മാറി. കാരണം അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം ഈ ഒരു അസുഖത്തിന് ഓൺഗോയിങ് ട്രീറ്റ്മെന്റ് വേണം എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അതൊരു പ്രശ്നമല്ല. ആ പ്രശ്നം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? BA അവിടെ ഒരു ക്വയറി ആയിട്ട് നിർത്തിയിട്ട് സിയിലേക്ക് പോകാം. They don't understand the treatment even when it's explained in simple terms. They don't understand their treatment. Patients അവരുടെ ട്രീറ്റ്മെന്റ് മനസ്സിലാക്കുന്നില്ല. ഈവൻ വെൻ ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ സിമ്പിൾ ടേംസ്. സിമ്പിൾ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അവരത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു എക്സ്പ്ലനേഷന്റെ കാര്യത്തിൽ ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേക്കുന്നു, as physicians we are responsible for making sure the patients understand their own medical history and their own medications. കാരണം അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്തമാണ് അവരെ അവരുടെ കണ്ടീഷൻസ് പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞതല്ലാതെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് അവിടെ എങ്ങും പറയാത്തത് കൊണ്ട് നമ്മൾ സി വെട്ടിക്കളഞ്ഞു. ഇപ്പം എയും സിയും എലിമിനേറ്റ് ചെയ്തു, ബി അവിടെ നിർത്തിയിട്ടുണ്ട്. ക്വയറി ആയിട്ട് ഡിയിലേക്ക് പോകാം. ദേ ബിലീവ്, അതായത് പേഷ്യൻസ് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നു, that taking some prescribed pills means they don't need to take others. അതായത് കുറച്ച് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് എടുക്കേണ്ട കാര്യമില്ല. അപ്പം കുറെ ഒരു 2-3 ടൈപ്പ് മരുന്ന് നമുക്ക് കുറിച്ച് തന്നിട്ടുണ്ടെങ്കിൽ, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചങ്ങ് എടുത്താൽ മതി, അത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത് എടുക്കുന്നില്ല. അങ്ങനെ ഒരു മെഡിക്കേഷൻ്റെ ഒരു ലിമിറ്റേഷനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ പറ്റി ഇവിടെ പറയുന്നില്ല, അല്ലേ? പിന്നെ ആകെ പറഞ്ഞേക്കുന്നത് എന്താണ്? അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് മനസ്സിലാക്കാനായിട്ട് അവർ പരാജയപ്പെടുന്നു എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, they fail to recognize that some medical conditions require ongoing treatment. Clear? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട്. താങ്ക് യു.